ഹലോ മൈ ഗൈസ്, ഇന്നത്തെ പരിപാടി മലകയറില്ല. നമ്മുടെ വീടിനടുത്ത് പിള്ളേരായിട്ടാണ് മലകയറാൻ പോകുന്നത്. അങ്ങനെ നമ്മുടെ ഓരോ പിള്ളേരായിട്ട് വരാൻ തുടങ്ങി. ഇവനൊരുത്തനാണെങ്കിൽ കല്യാണത്തിന് റെഡി ആയി വരുന്ന പോലെയാണ് വരും. എന്നിട്ട് ഞങ്ങൾ വണ്ടി എടുത്ത് അവിടെ നിന്ന് ഇറങ്ങി. വണ്ടിക്ക് പെട്രോൾ അടിച്ച് ആദ്യം പോയത് ചായ കുടിക്കാനാണ്. അവിടെ പോയപ്പോഴാണ് കല്യാണ വീട്ടിക്ക് റെഡി ആയി വന്നവനെക്കാളും കോമഡി ആയിട്ട് രണ്ടെണ്ണം പേര്. ഇവന്മാർ അണ്ണനും തമ്പിയാണ്. ചെക്കന്മാർ വന്നപ്പോൾ തൊട്ട് കുറെ ഊക്ക് വാങ്ങി. അങ്ങനെ ഞങ്ങൾ ചായ കുടിച്ച് അവിടെ നിന്ന് ഇറങ്ങി. സംഭവം സമയം രാവിലെ 6 മണിയായിട്ടുള്ളൂ. എന്നാലും വെയിലിനൊരു കുറവില്ല. അങ്ങനെ അവിടെ നിന്ന് വണ്ടി എടുത്ത് പോകുമ്പോഴാണ് ഇവന്മാരുടെ ഓരോ അഭ്യാസങ്ങൾ. ഫ്രണ്ടിലിരിക്കുന്നവനെ ബുദ്ധിയില്ല, ഇവനെ കണ്ടറില്ല ആ ചക്കനും പഠിക്കുക. അങ്ങനെ വഴുതിട്ട് നമ്മൾ നമ്മുടെ സ്പോട്ടിൽ ഈ കാണുന്ന മലയാണ് നമ്മ കയറാം. വണ്ടി കൊണ്ടുള്ള സ്കില്ലൊക്കെ കഴിഞ്ഞു, ഇനി കാലുകൊണ്ടാണ്. ഇവന്റെ ഓട്ടം കണ്ട വിചാരിക്കും ഇവനാണ് ഫസ്റ്റ് മലയിൽ കയറുന്നത്. അങ്ങനെ ഏതൊക്കെയോ കാട്ടിന്റെ ഉള്ളിൽ കൂടെ പോയി മല കണ്ടുപിടിച്ചു. ഇവനാണെങ്കിൽ ഒരു പ്രകൃതി സ്നേഹിയാണ്. ഉപ്പിൽ വെള്ളം കൊണ്ടുവരത്തോണ്ട് കയ്യിലുള്ള വെള്ളം പ്രകൃതിക്ക് കൊടുത്തു. ഇതാണ് ആലത്തൂരിൽ വീടുമല. പിന്നെ ഈ മലയ്ക്ക് ഒരു ഐതിഹ്യം ഉണ്ട്. ഇത്രേ സംഭവം എന്താണെന്ന് വെച്ചാൽ ഈ മലയിൽ കയറുമ്പോൾ പാമ്പിനെ കണ്ട ജീവിതത്തിൽ നല്ല നടക്കും. അങ്ങനെ ഞങ്ങൾ മല കയറാൻ തുടങ്ങി. പക്ഷെ ഞങ്ങൾ ഒരിക്കലും വിചാരിച്ചില്ല പാമ്പിനെ കാണാൻ പറ്റുന്നു. അതിന് നിങ്ങളൊന്ന് കണ്ടുനോക്ക്. പാമ്പിന്റെ കടി പോലും സഹിക്കാൻ പറ്റും, പക്ഷെ അവന്റെ ക്യൂട്ട്നെസ് ആണ് സഹിക്കാൻ വയ്യാത്തത്. ഞാൻ 1 മാസം മുമ്പ് ഈ മലയ്ക്ക് വന്നിട്ടുണ്ടായിരുന്നു. അപ്പോഴുള്ള ക്ലൈമറ്റ് നിങ്ങളൊന്ന് കണ്ടുനോക്ക്. ഫോറസ്റ്റ് ഏരിയ ആണ്, ഇവിടേക്ക് ശരിക്കും പറഞ്ഞാൽ കയറാൻ പറ്റില്ല. പക്ഷേ നമ്മൾ കയറിക്കൊണ്ടിരിക്കുകയാണ്. സംഭവം ഇങ്ങോട്ട് വരുന്നതിന്റെ തലേദിവസം വരെ നല്ല മഴ ഉണ്ടായിരുന്നു. അപ്പോൾ ഇന്നേക്ക് മഴ ഉണ്ടാവും വിചാരിച്ചു. നമുക്ക് ഭാഗ്യമുള്ളതുകൊണ്ട് ഒരു പൊട്ട് മഴ പോലും പെയ്തില്ല. നമ്മുടെ ട്രിപ്പ് 100% മുൻ. പിന്നെ ഞങ്ങൾ അവിടെ നിന്ന് ഇറങ്ങി നേരെ ഒരു ഹോട്ടലിൽ കയറി രാവിലത്തെ ഫുഡും കഴിച്ച് വണ്ടി വീട്ടിലേക്ക് വിട്ടു. അപ്പോൾ ഇതായിരുന്നു നമ്മുടെ ഇന്നത്തെ പരിപാടി. അപ്പോൾ ശരി എന്നാ.